മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 72-ാമത്തെ ദശകത്തിൽ 1-2 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം. കംസോധ നാരദഗിരാ പ്രജവാസിനം ത്വാമാകർണ്യ ദീർണഹൃദയ സതു ഗാന്ധിനേയം ആഹൂയ കാർമുകമഖച്ഛലതോ ഭവന്തമാനേതുമേനം അഹിനോദഹിനാഥശായിൻ. വ്രജത്തിലെ ഇത് കഴിഞ്ഞിട്ട് മധുരയിലുള്ളതായിട്ടുള്ള വാസത്തിരിക്ക് കിടക്കുകയാണ്. അതായത് കംസവധം അതാണല്ലോ പ്രധാനമായിട്ടും ഉദ്ദേശം, അവതാര ഉദ്ദേശം. ആ കംസനെയും അനുയായികളെയും വധിക്കുക എന്നുള്ളത്. അനുയായികളെ കുറേ പേരെ വധിച്ചു കഴിഞ്ഞു. ഇനി കംസനെ വധിക്കാനുള്ളതായിട്ടുള്ള പുറപ്പാടാണ്. അതിനെപ്പറ്റി പറയാനുള്ളതായിട്ടുള്ള ഇതാണ് ഭട്ടതിരിപ്പാട് ചെയ്യണത് ഇവിടെ. അപ്പോൾ കംസന് കാര്യങ്ങൾ നല്ലോണം മനസ്സിലായി. അനവധി പേരെ കൃഷ്ണനെ കണ്ടുപിടിച്ച് കൊല്ലാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാവരും തിരിച്ചു വരുന്നില്ല, ആരും തിരിച്ചു വന്നില്ല. അപ്പോൾ എവിടെ പോയതെന്നൊന്നും നിശ്ചയില്ല. പക്ഷെ എന്നാലും കേശിയെ കംസൻ പറഞ്ഞയക്കാൻ തന്നെ കാരണം ഈ നാരദൻ പറഞ്ഞതിന് ശേഷമാണ് എന്നാണ് പറയണത് ഭാഗവതത്തിൽ. അപ്പം അങ്ങനെ കേശിയും കൂടി വധിച്ചു കഴിഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞിട്ടാണ് കംസന് മനസ്സിലായത് ഈ കൃഷ്ണൻ ഇവിടെയാണ്, ഭഗവാനാണ് കൃഷ്ണനായിട്ട് അവതരിച്ചിട്ടുള്ളത്. നന്ദഗോപരുടെ ഗൃഹത്തിലാണ്. അത് ദേവകിയുടെ പുത്രൻ തന്നെയാണ്. ദേവകി അവിടെ സംരക്ഷിക്കാനായിട്ട് വ്രജത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്, നന്ദഗോപരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ കംസന് മനസ്സിലായി. അപ്പോൾ കൊല്ലാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, വസുദേവരെ കൊല്ലാൻ തുടങ്ങി. പക്ഷേ നാരദൻ പറഞ്ഞിട്ട് അത് നിർത്തിവെച്ചു. എന്നിട്ട് പിന്നെ കേശിയെ പറഞ്ഞയച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ കേശിവധവും കഴിഞ്ഞു. ആ കേശിയുടെ വധവും കഴിഞ്ഞപ്പോൾ അതിന് ശേഷം കംസൻ ഇനി താമസിക്കാൻ വയ്യ എന്നുള്ള നിലയിൽ കൃഷ്ണനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് വധിക്കാം എന്ന് തീർച്ചയാക്കി. മഥുരയിലേക്ക് കൊണ്ടുവന്നിട്ട് വധിക്കാനായിട്ട് തീർച്ചയാക്കി. അങ്ങനെയാണെങ്കിൽ ആളുകളുടെ ബലം കൂടുതലുണ്ടാവുമല്ലോ അവരവരുടെ അവിടെ വെച്ചിട്ടാവുമ്പോൾ. അപ്പോൾ വേണ്ടത്ര ആൾക്കാർ, ദൈത്യന്മാർ, തൻ്റെ സഹായികളായിട്ട് അനവധി പേരുണ്ടാവും. അപ്പോൾ അവരെ വധിക്കാൻ എളുപ്പമാണ് എന്നുള്ള നിലയിൽ അവരെയും കൂടി വരുത്താം എന്ന് തീർച്ചയാക്കിയിട്ട് അക്രൂരനെ പറഞ്ഞയക്കുകയാണ് ഈ ശ്ലോകത്തിൽ പറയണത്. കംസോധ നാരദഗിര അഥ അനന്തരം. അതായത് ഈ കേശിയെ വധിച്ചതിന് ശേഷം, കേശിയുടെയും കൂടി വധം കഴിഞ്ഞതിന് ശേഷം, അഥ നാരദഗിര, നാരദൻ പറഞ്ഞു എന്ന് പറഞ്ഞുവല്ലോ നേരത്തെ തന്നെ. നാരദൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ നാരദൻ്റെ വാക്കുകൊണ്ട് പ്രജവാസിനം ത്വാം ആകർണ്യ, ത്വാം അങ്ങയെ പ്രജവാസിയായിട്ട്, പ്രജവാസിനം ആകർണ്യ വ്രജത്തിൽ വസിക്കുന്നവനായി കേട്ടിട്ട്, ആകർണ്യ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ നാരദൻ പറഞ്ഞ് മനസ്സിലായി എന്ത്, വ്രജത്തിലാണ് താമസിക്കുന്നത് കൃഷ്ണൻ, നന്ദഗോപരുടെ പുത്രനല്ല, അത് വസുദേവരുടെ പുത്രനാണ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി രോഹിണി അവിടെ, രോഹിണി വസുദേവരുടെ പത്നി തന്നെയാണ്. അവിടെ രോഹിണിയെ ഇതായിട്ട് നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളതും നന്ദഗോപരുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ രോഹിണിയുടെ പുത്രനായിട്ടുള്ള ബലരാമനും യശോദയുടെ പുത്രനായിട്ട് വസിക്കുന്നതായിട്ടുള്ള കൃഷ്ണനും രണ്ടുപേരും വസുദേവരുടെ മക്കളാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നേരത്തെ ഭൂതവാക്യം കേട്ട പോലെ ആ 8ാമത്തെ പുത്രൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലായി കംസന് എന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് ആകർണ്യ ദീർണഹൃദയ. അപ്പോൾ ആ മനസ്സിങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞിറങ്ങി, അതായത് സഹിക്ക വയ്യാതെ കണ്ടുള്ള പ്രയാസം മനസ്സിന് വന്നു. ദീർണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപിച്ച് നശിച്ചതായിട്ടുള്ള ഹൃദയത്തോടു കൂടി എന്നൊക്കെയാണ് അർത്ഥം. അതായത് തകർന്ന ഹൃദയത്തോടു കൂടിയിട്ട്, ദീർണഹൃദയ, തകർന്ന ഹൃദയത്തോടു കൂടിയവനായി, ഹൃദയം തകർന്ന്, സതു അവനാകട്ടെ ദീർണഹൃദയനായി, ഗാന്ധിനേയനായിട്ടുള്ള, അതായത് അക്രൂരനെയാണ്, ഗാന്ധിനീപുത്രൻ ആയിട്ടുള്ളതായിട്ടുള്ള അക്രൂരനെ
ഗാന്ധിനേയനെ ആഹൂയ വിളിച്ചിട്ട്, ആഹൂയ കാർമുകമഖച്ഛലത ഭവന്തം ആനേതും അങ്ങയെ കൊണ്ടുവരാനായിട്ട്, ഭവന്തം അങ്ങയെ കൊണ്ടുവരാനായിട്ട്. എങ്ങനെയാണ് കൊണ്ടുവരിക? കാർമുകമഖച്ഛലത, കാർമുകമഖം അതായത് ധനുവിൻ്റെ ഒരു യാഗം എന്നുള്ള മാതിരി, ധനുർയാഗം, അതിൻ്റെ ചലേന അത് എന്നുള്ള വ്യാജേന, കാർമുകമഖൻ ആണ് എന്നുള്ളതായിട്ടുള്ള വ്യാജേന, അത് കാണാനായിട്ട് എന്നുള്ള വ്യാജേന, ധനുര്യാഗം കാണാൻ എന്നുള്ളതായിട്ടുള്ള വ്യാജത്തിൽ, അങ്ങനെ അതിന് കാണാനായിട്ടാണ് വിളിച്ചു കൊണ്ടുവരേണ്ടത് എന്നാണ്. കാർമുകമഖച്ഛലത, ഛലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചന ഇതൊക്കെ എന്നാണ് അർത്ഥം. കാർമുകമഖച്ഛലേന, കാർമുകം വില്ല്, കാർമുകമഖം വില്ലിൻ്റെ യാഗം, അതായത് വില്ലിനെ പൂജിച്ചും കൊണ്ടുള്ളതായിട്ടുള്ള യാഗം. അപ്പോൾ അങ്ങനെ കാർമുകമഖച്ഛലേന, ധനുര്യാഗം എന്നുള്ളതായിട്ടുള്ള കവട നാട്യത്തിൽ ഭവന്തം ആനേതും അങ്ങയെ കൊണ്ടുവരാനായിട്ട്, അഹിനോദ് ഏനം അഹിനോദ്, അവിടെ പദം മുറിക്കുമ്പോൾ ഭവന്തം ഏനം, ഭവന്തം ആനേതും ഏനം അഹിനോദ് അഹിനാഥശായിൻ എന്ന് അത്രയും വേണം പദം മുറിക്കുമ്പോൾ. ഭവന്തം ആനേതും ഏനം അഹിനോദ് അഹിനാഥശായിൻ, അഹിനോദ് അഹിനാഥശായിൻ എന്ന്, അഹിനാഥശായിൻ എന്ന് സംബോധന. അഹിനാഥൻ, അഹികളുടെ നാഥനായിട്ടുള്ള അനന്തൻ, ആ അനന്തനിൽ ശയിക്കുന്നതായ അല്ലയോ ഭഗവാനെ, അഹിനാഥ ശായിൻ, അഹികളുടെ നാഥനായ അനന്തനിൽ ശയിക്കുന്നതായ അല്ലയോ ഭഗവാനെ, അങ്ങയെ സംബോധനയാണ്. അങ്ങയെ കൊണ്ടുവരാനായിട്ട്, ഭവന്തം ആനേതും അങ്ങയെ കൊണ്ടുവരാനായിട്ട്, ഏനം അഹിനോദ് ഇവനെ പറഞ്ഞയച്ചു, അഹിനോദ് പറഞ്ഞയച്ചു, ഏനം അഹിനോദ് അഹിനാഥശായിൻ, ഭവന്തം ആനേതും ഏനം അഹിനോദ് അങ്ങയെ കൊണ്ടുവരാനായി, ഏനം ഇവനെ അഹിനോദ് പറഞ്ഞയച്ചു, അല്ലയോ അഹിനാഥശായിൻ, അഹിയുടെ നാഥനായിട്ടുള്ള അനന്തനിൽ വസിക്കുന്ന ഭഗവാനെ, അങ്ങയെ കൊണ്ടുവരാനായിട്ട്, കാർമുകമഖം എന്നുള്ളതായിട്ടുള്ള വ്യാജേന അങ്ങയെ കൊണ്ടുവരാനായിട്ട് ഈ അക്രൂരനെ പറഞ്ഞയച്ചു എന്നാണ്. കംസോധ അഥ അനന്തരം, അതായത് ഈ കേശിയുടെ ഒക്കെ വധത്തിന് ശേഷം, കംസോധ നാരദഗിര, നാരദൻ്റെ വാക്കിൽ നിന്ന്, പ്രജവാസിനം ത്വാം ആകർണ്യ അങ്ങയെക്കുറിച്ച് പ്രജവാസിയായിട്ട് കേട്ടിട്ട്, വാസിനം വസിക്കുന്നവനായി, പ്രജത്തിൽ വസിക്കുന്നവനായി അങ്ങയെക്കുറിച്ച് കേട്ടിട്ട്, പ്രജവാസി എന്നേ ഇവിടെ പറഞ്ഞുള്ളൂ, ബാക്കി നാരദൻ പറഞ്ഞത് തന്നെയാണ്, അതൊക്കെ അവിടെ ചുരുക്കി എന്ന് മാത്രം. ഹൃദയം തകർന്ന് ദുഃഖിതനായിട്ട്, അവൻ കംസൻ ഗാന്ധിനേയം ആഹൂയ, ഗാന്ധിനേയനായ അക്രൂരനെ വിളിച്ച്, കാർമുകമഖച്ഛലത, കാർമുകമഖം എന്നുള്ളതായ വ്യാജേന, ധനുർയാഗം എന്നുള്ളതായിട്ടുള്ള യാഗേന അത് കാണാനായിട്ട് എന്നുള്ള തരത്തിൽ, ഭവന്തം ആനേതും അങ്ങയെ കൊണ്ടുവരാനായിട്ട്, ഏനം അഹിനോദ് ഇവനെ പറഞ്ഞയച്ചു, അല്ലയോ അഹിനാഥശായിൻ എന്ന് സംബോധന. അടുത്ത ശ്ലോകം. അക്രൂര ഏഷ ഭവദംഘ്രിപരശ്ചിരായ ത്വദ്ദർശനാക്ഷമമനാക്ഷിതിപാലഭീത്യാ തസ്യാജ്ഞേയൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വാമാനന്ദഭാരം അതിഭൂരിതരം ബഭാര. അപ്പോൾ അക്രൂരന് സ്വതേ ഭഗവാനിൽ വളരെ ഭക്തിയുണ്ട്, ഭഗവാന്റെ ബന്ധുവൊക്കെയാണ്, അമ്മാമനാണെന്നാണ് പറയണത്. അപ്പോൾ അക്രൂര ഏഷ അക്രൂരഃ ഈ അക്രൂരൻ, ഭവദംഘ്രിപരഃ ചിരായ ഭവദംഘ്രിപരഃ വളരെ കാലമായിട്ട് ഭവദംഘ്രിയിൽ തൽപരനായിട്ട്, പരഹ എന്നുള്ള അവിടെ തൽപരൻ എന്നുള്ള അർത്ഥത്തിലാണ്, പരഹ എന്നുള്ളത് തന്നെ തൽപരൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കില്ല, സമാസത്തിലാവുമ്പോൾ ഭവദംഘ്രിപരഃ അങ്ങയുടെ അഘ്രിയിൽ തൽപരനായി, അതായത് അങ്ങയുടെ ചരണാരവിന്ദങ്ങളിൽ ഭക്തി ഉള്ളവനായിട്ട്, ഭവദംഘ്രിപരഃ ചിരായ വളരെ കാലമായിട്ട് ഭഗവത് ഭക്തനാണ് അക്രൂരൻ, അറിയാം ഈ വിവരമൊക്കെ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ക്രൂരൻ, ത്വദ്ദർശന അക്ഷമമനാഹ, ത്വദ്ദർശനത്തിൽ അക്ഷമമായിട്ടുള്ള മനസ്സോടു കൂടിയവനായിട്ട്, ഭഗവാനെ കാണണം, ഭഗവാനാണ് എന്നുള്ളത്, യദുവംശത്തിൽ ജനിച്ചിട്ടുള്ളത് ഭഗവാനാണ് എന്നുള്ള വിവരം അറിയാം. അപ്പോൾ
ആ ഭഗവാനെ കാണാനായിട്ടുള്ളതായിട്ടുള്ള ആ ക്ഷമയില്ലാത്ത അക്ഷമമായിട്ടുള്ള മനസ്സോടു കൂടിയവനായിട്ട്. അത് കാണാൻ വയ്യി എന്നുണ്ട് മനസ്സിൽ, പക്ഷേ പോവാൻ നിവൃത്തിയില്ല. ത്വദർശന അക്ഷമമനാഹ, അങ്ങയുടെ ദർശനത്തിൽ അക്ഷമമായ മനസ്സോടു കൂടിയവനായി. ക്ഷിതിപാലഭിത്യ, എന്താണ് എന്നാൽ ക്ഷിതിപാലനെ ഭയാണ്, കംസനെ ഭയാണ്. കാണാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കംസൻ്റെ ഭൃത്യനായിട്ടാണ് മധുരയിൽ വർത്തിക്കണത്. അപ്പോൾ കംസനെ അല്ല കൃഷ്ണനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം വിഷമായി. അവിടെ ശത്രുവാണ് കൃഷ്ണൻ. അപ്പോൾ ആ കൃഷ്ണനെ കാണാൻ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തകരാറാവും. അപ്പോൾ അത് കാരണം പേടിയുണ്ട്, രാജാവിനെ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടാണ്ട് കഴിക്കുകയാണ്. കാണണം എന്ന് മോഹമുണ്ട്, പക്ഷേ ക്ഷമയില്ല, കാണാതിരിക്കാൻ ക്ഷമയില്ല, എങ്കിലും കാണാൻ പേടിയുണ്ട്. അപ്പം അങ്ങനെ ആ ക്ഷിതിപാലനിലുള്ളതായിട്ടുള്ള ഭയത്തോടു കൂടി വർത്തിക്കുന്നവനായ ആ അക്രൂരൻ തസ്യ ആജ്ഞയാ ഏവ, ഇപ്പോൾ തസ്യ ആജ്ഞയൈവ, തസ്യ ആജ്ഞയാ ഏവ, 3 പദമാണ് അവിടെ. തസ്യ ആജ്ഞയാ ഏവ, അവൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ, കംസൻ്റെ ആജ്ഞ അനുസരിച്ച് തന്നെ, കംസനല്ലേ ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയക്കണത്. അപ്പോൾ തസ്യ ആജ്ഞയാ ഏവ, അവൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ, കംസൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ, പുനഃ ഈക്ഷിതും, അപ്പോൾ കാണാനായിട്ട് വീണ്ടും അവൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ, കംസൻ്റെ ആജ്ഞ, പുനഃ എന്നുള്ളത് അങ്ങടാണ് എടുക്കേണ്ടത്. പുനഃ തസ്യ ആജ്ഞയായവ, വീണ്ടും അവൻ്റെ കംസൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ ഈക്ഷിതും കാണാനായിട്ട്. അപ്പോൾ കാണാനായിട്ട് സൗകര്യം കിട്ടി. അപ്പോൾ കംസൻ തന്നെ ആജ്ഞാപിച്ചു പോയി കൊണ്ടുവരാനായിട്ട്. ഈക്ഷിതും കാണാനായിട്ട്, ഉദ്യത ഒരുമ്പെട്ടു. അപ്പോൾ ഈക്ഷിതും ഉദ്യത കാണാനായിട്ട് ഒരുമ്പെട്ടു, അതായത് കാണാനായിട്ട് മൃഗത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി എന്നാണ്. ത്വാം ഈക്ഷിതും ഉദ്യത, പുനഃ ത്വാം ഈക്ഷിതും ഉദ്യത, വീണ്ടും അങ്ങയെ കാണാനായി ഒരുമ്പെട്ടവനായി. തസ്യ ആജ്ഞയാ ഏവ പുനഃ പുനരീക്ഷിതും ഉദ്യതസ്ത്വം, പുനഃ ഈക്ഷിതും ഉദ്യത ത്വാം, പുനഃ വീണ്ടും അവൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ, ത്വാം ഈക്ഷിതും അങ്ങയെ കാണുവാനായി, ഉദ്യത ഉദ്യമിച്ചവനായി, ഉദ്യതസ്ത്വാമാനന്ദം, അവിടെ ത്വാം ആനന്ദം, ആനന്ദഭാരം അതിഭൂരിതരം ബഭാര, അതിഭൂരിതരം ആനന്ദഭാരം ബഭാര, ഭൂരിതരം അത്യധികമായിട്ടുള്ള, ഭൂരി എന്ന് വെച്ചാൽ ധാരാളമായിട്ടുള്ള, അതിഭൂരിതരം അത്യധികമായിട്ടുള്ള, ധാരാളമായിട്ടുള്ള, അത് വളരെ വലിയതായിട്ടുള്ള ആനന്ദഭാരത്തെ, ആനന്ദത്തിൻ്റെ ഭാരത്തെ ബഭാര വഹിച്ചു, അതായത് അധികം സന്തോഷം ഉണ്ടായി എന്നർത്ഥം. കംസൻ തന്നെ, കംസനെ പേടിച്ചിട്ട് പോവാൻ മടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പോവാൻ നിവൃത്തിയില്ലാതെ കണ്ടിരിക്കുകയായിരുന്നു, മടിക്കുകയല്ല, പോവാൻ നിവൃത്തിയില്ലാതെ കണ്ടിരിക്കുക, അക്ഷമതയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കംസൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ പോവാൻ സാധിച്ചപ്പോൾ ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, കംസൻ തന്നെ പറഞ്ഞയച്ചിട്ടല്ലേ. അപ്പം അങ്ങനെ അത്യധികമായിട്ടുള്ള സന്തോഷം ഉണ്ടായി ഈ അക്രൂരന്. അങ്ങനെ അതിനായിട്ട് പുറപ്പെട്ടു എന്നാണ്. അക്രൂര ഏഷ അക്രൂരഃ, ഈ അക്രൂരൻ ഭവദംഘ്രിപരഃ, ചിരായ ഭവദംഘ്രിപരഃ, വളരെ കാലമായി ഭഗവത് ഭക്തനായിട്ടുള്ള, ഭഗവത് പാദങ്ങളിൽ ഭക്തിയോടുകൂടിയവനായിട്ടുള്ള ആ അക്രൂരൻ ത്വദർശന അക്ഷമമനാഹ, സ്വതേ അങ്ങയെ കാണുന്നതിൽ അക്ഷമയോടുകൂടിയ മനസ്സോടുകൂടിയവനായിരുന്നു. കാണാൻ വളരെയധികം മോഹിച്ചിരുന്നു, ധൃതിയുണ്ടായിരുന്നു. പക്ഷേ ക്ഷിതിപാലഭീത്യ, ആ ക്ഷിതിപാലനെക്കുറിച്ചുള്ളതായ ഭയം കൊണ്ട് അതിന് സാധിക്കാതെ കണ്ടിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള അക്രൂരൻ പുനഃ ഇപ്പോഴാകട്ടെ തസ്യ ആജ്ഞയാ ഏവ, ആ കംസൻ്റെ ആജ്ഞ കൊണ്ട് തന്നെ, ത്വാം ഈക്ഷിതും അങ്ങയെ കാണാനായിട്ട്, ഉദ്യത ഒരുമ്പെട്ടവനായിട്ട്, അതിഭൂരിതരം ആനന്ദഭാരം ബഭാര, അതിഭൂരിതരം അത്യധികമായിട്ടുള്ള ആനന്ദഭാരത്തെ ഭരിച്ചു, പ്രാപിച്ചു, ധരിച്ചു എന്നൊക്കെ, അത്യധികമായിട്ടുള്ള ആനന്ദം ഉണ്ടായി, വഹിച്ചു എന്നർത്ഥം. കംസോധ നാരദഗിരാ വ്രജവാസിനം ത്വാമാകർണ്യ ദീർണഹൃദയ സതുഗാന്ധിനേയം ആഹൂയ കാർമുകമഖച്ഛരതോ ഭവന്തമാനേതുമേനം അഹിനോദഹിനാഥശായിൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ.
ഗോഷ്ഠത്തിലങ്ങു നിവസിപ്പതു നാരദന്റെ വാക്കാലറിഞ്ഞു ഭയമങ്ങു വളർന്നു കംസൻ. അക്രൂരനെ കപടമായി അയച്ചു നിന്നെ സർപ്പേശ തൽപശയി ചാപമഖത്തിനെത്താൻ. അക്രൂര ഏഷ ഭവദംഘ്രിപരസ്ഥിരായ ത്വദ്ദർശനാക്ഷമമനാ ക്ഷിതിപാലഭീത്യാ തസ്യാജ്ഞൈവ പുനരീക്ഷിതുമുദ്യതസ്ത്വാമാനന്ദഭാരമതിഭൂരിതരം ബഭാര. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അക്രൂരൻ അങ്ങയുടെ ഭക്തരിൽ അഗ്രഗണ്യൻ, നിൻ ദർശനാഗ്രഹമടക്കി ഭയന്നു കംസം. ഇപ്പോഴതിനു വഴിയേകി നൃപാജ്ഞ മോഹം സാധിച്ചതാൽ അധിക തുഷ്ടനുമായി ഭവിച്ചു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.